ഫ്ലവേഴ്സ് ടിവി ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. 24 ബിഗ് ബ്രേക്കിംഗ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ PV അൻവർ MLA-ക്കെതിരെ ഇന്റലിജൻസ് അന്വേഷണം വരുന്നു. ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ, പോലീസ് സേനയിലുള്ളവർക്ക് പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലാണ് രഹസ്യാന്വേഷണം നടത്തുന്നത്. ഇന്റലിജൻസ് ADGP-യുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്തും. ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ, പിന്നിൽ ആരൊക്കെയുണ്ട്, സാമ്പത്തിക ഇടപാട് നടന്നോ, പോലീസിൽ നിന്ന് ആരൊക്കെ വിവരങ്ങൾ ചോർത്തി നൽകി തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കാനാണ് സർക്കാർ നീക്കം. ഇക്കാര്യങ്ങളിലെല്ലാം സംസ്ഥാന ഇന്റലിജൻസ് രഹസ്യാന്വേഷണം നടത്തും. പോലീസിന്റെ രഹസ്യം ചോർന്നതും ഫോൺ ചോർത്തലും SOG ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന നീക്കങ്ങൾ പുറത്തുപോയതും ഏറെ ഗൗരവത്തിലാണ് ആഭ്യന്തര വകുപ്പ് എടുത്തത്. ഇതിൽ പ്രത്യേക അന്വേഷണം നടത്തും. സംസ്ഥാന ഇന്റലിജൻസ് മേധാവി ADGP മനോജ് എബ്രഹാം നേരത്തെ നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് വിശദമായ രഹസ്യാന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീരുമാനമെടുത്തത്. PV അൻവർ ഉയർത്തിയ വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് വ്യക്തമാക്കിയ വാർത്താസമ്മേളനത്തിന് ശേഷവും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ അൻവർ ആരോപണങ്ങൾ ആവർത്തിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഇതുവരെ എടുത്ത സമീപനമല്ല അൻവറിന് നേരെ ഇനി ഉണ്ടാവുക എന്നത് വ്യക്തം. പാർട്ടി സമ്മേളന സമയത്ത് അൻവറിന്റെ ആവർത്തിച്ചുള്ള ആരോപണത്തിൽ പാർട്ടി നേതാക്കൾക്കിടയിലും അമർഷമുണ്ട്. തെറ്റു ചെയ്തവർക്കെതിരെ പാർട്ടിയും സർക്കാരും നടപടിയെടുക്കുമെന്നും ആരോപണങ്ങൾക്ക് പിന്നിൽ മാധ്യമ ഗൂഢാലോചനയുണ്ടെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 24നോട് പറഞ്ഞു. തനിക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരസ്യ നിലപാടിൽ PV അൻവർ ചില നേതാക്കളോട് പ്രതിഷേധം അറിയിച്ചതായും വിവരമുണ്ട്. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരായ ആരോപണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചനയിലേക്ക് സർക്കാരിന്റെ അന്വേഷണം നീങ്ങുന്നത് കൃത്യമായൊരു സൂചനയാണ്. അൻവറിനെതിരായ നിലപാട് സർക്കാർ കടുപ്പിക്കുന്നു. മറ്റൊന്ന്, ഇതിനു പിന്നിൽ സർക്കാർ സംവിധാനത്തിൽ ഉൾപ്പെട്ടവരും മറ്റു രാഷ്ട്രീയ കക്ഷികളും ബിസിനസ്സുകാരുമുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ഇന്റലിജൻസ് അന്വേഷണം മറ്റു തുടർ നടപടികളുടെ ആദ്യപടിയാണെന്നും തീർച്ചയാണ്. കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം, 24.